കാലഘട്ടമാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അവിടെ രാജഭരണമോ പ്രജായത്ത ഭരണമോ മോണോഗമിയോ പൊളീഗമിയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഭരണ വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അവന്റെ പിന്നിൽ എന്താ കയ്യൂക്കില്ലാത്തവർ പിന്നണി ചേർന്നു. അങ്ങനെ ഫ്യൂഡലിസത്തിന്റെ ഉൾപ്പെടെയുള്ള വളർച്ചയിലേക്ക് വന്ന കാര്യം നമുക്കറിയാം. അതൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, നമ്മൾ അന്നത്തെ രാജ്യ സങ്കല്പം എന്ന് പറയുന്നത് പോലീസ് രാഷ്ട്രം എന്നുള്ള സങ്കല്പമാണ്. രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് രാഷ്ട്രങ്ങളായിരുന്നു. അന്ന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്ന ഒറ്റ ഉത്തരവാദിത്തമാണ് രാഷ്ട്രങ്ങൾ നിർവഹിച്ചത്. അല്ലേ? പിന്നീട് നമുക്കറിയാവുന്നതുപോലെ ശ്രീരാമചന്ദ്രന്റെ ഇതുപോലെയുള്ള അയോധ്യയിലെ രാമരാജ്യങ്ങൾ സ്ഥാപിതമായപ്പോൾ അവിടെ പോലീസ് സ്റ്റേറ്റ് എന്ന സങ്കല്പം മാറിയിട്ട് ആത്യന്തികമായ വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രങ്ങൾ എന്ന സങ്കല്പത്തിലേക്ക് രാഷ്ട്രങ്ങൾ വളർന്നു വന്നു എന്നുള്ളത് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. അങ്ങനെ ക്ഷേമരാഷ്ട്രങ്ങളായി വളർന്നു വന്നപ്പോൾ അത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ആത്യന്തികമായ ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തെ പ്രജകൾക്കെല്ലാം തന്നെ എല്ലാ തരത്തിലുമുള്ള ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ക്ഷേമം എന്ന് പറഞ്ഞാലോ, ഒരുവന് വേണ്ട വസ്ത്രം, പാർപ്പിടം, അല്ലേ? അതേപോലെ തന്നെ ഭക്ഷണം, മരുന്ന്, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് വളർന്നു വന്നപ്പോൾ അവിടെ കൃത്യമായ ഒരു റൂൾ ഓഫ് ലോ, ഒരു ജനാധിപത്യ ഭരണക്രമം ഉണ്ടാകേണ്ട ആവശ്യകതയുണ്ടായി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മഹാരാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി തീർന്നതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ തുടക്കം എവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും? രാമായണത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞു വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മഹാരാജാവായ ദശരഥന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുന്നു. അദ്ദേഹം അടുത്ത യുവരാജാവിനെ തീരുമാനിക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു. ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് ചെയ്താൽ മതി? തൻ്റെ പുത്രനെ, താൻ ആഗ്രഹിക്കുന്ന പ്രകാരം ശ്രീരാമചന്ദ്രനെ രാജാവായി തീരുമാനിച്ചാൽ മതി. പക്ഷേ അവിടെ നിലനിന്നിരുന്ന ക്രമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തൻ്റെ ഇംഗിതം, ചക്രവർത്തി ദശരഥന്റെ ഇംഗിതം അദ്ദേഹം ആദ്യം അത് ആരോട് പറയണം? മഹാഗുരുവായ വസിഷ്ഠനോട് പറയണം. മഹാഗുരുവായ വസിഷ്ഠനോട് പറഞ്ഞു, മഹാഗുരു, എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകളും വയ്യാഴികകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. യുവരാജാവിനെ തീരുമാനിക്കണം. അത് എൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനെ ദായക്രമമനുസരിച്ചും വ്യക്തിത്വ ഗുണമനുസരിച്ചും ഒക്കെ തന്നെ ശ്രീരാമചന്ദ്രനെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, നല്ല കാര്യം, അല്ലേ? നല്ല കാര്യം. തീർന്നില്ല. യുധിഷ്ഠിരന് ശേഷം വീണ്ടുമുണ്ട്, വസിഷ്ഠന് ശേഷം വസിഷ്ഠന് ശേഷം വീണ്ടും സപ്തർഷികളോട് ചോദിക്കണം. സപ്തർഷികളിൽ ഒരാളാണ് ആര്? വസിഷ്ഠൻ. ബാക്കിയുള്ള ഗുരുക്കന്മാരോടും ഈ അഭിപ്രായം ചോദിക്കണം. ദശരഥൻ അനുവർത്തിച്ചു വന്ന നടപടിക്രമങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ആദ്യം മഹാഗുരുവായ വസിഷ്ഠനോട് തന്റെ ഇംഗിതം പറയുന്നു. അതിനുശേഷം വസിഷ്ഠന് ശേഷം സപ്തർഷികളായ
7 മഹാഗുരുക്കന്മാരോട് തൻ്റെ ഇംഗിതം പറയുന്നു. ആരൊക്കെയാണ് ഈ 7 മഹാഗുരുക്കന്മാർ? നിങ്ങൾക്കറിയാം, ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിട്ടുള്ള മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, ക്രത, വസിഷ്ഠൻ തുടങ്ങിയ 7 പേരാണ് ആര്? സപ്തർഷികൾ എന്ന് പറയും. അപ്പൊ സപ്തർഷികൾ എന്ന് പറഞ്ഞു നല്ല മഹാമനസ്കനായിട്ടുള്ള യുവരാജാവ് ശ്രീരാമചന്ദ്രൻ തന്നെ ആവട്ടെ. ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ രണ്ടാമതാരോട് ചോദിച്ചു? ഗുരുവിനോട് ചോദിച്ചു, പിന്നീട് സപ്തർഷികളോട് ചോദിച്ചു. സപ്തർഷികൾക്ക് ശേഷം വീണ്ടും കഴിഞ്ഞില്ല. ആരോട് ചോദിക്കുന്നു? ദശരഥന്റെ പ്രധാനമന്ത്രിയായ മുഖ്യ ഉപദേഷ്ടാവായ ആരോട് ചോദിക്കുന്നു? അദ്ദേഹത്തിന്റെ പേര് പറ. സുമന്ത്രരോട് ചോദിക്കുന്നു. അല്ലേ? സുമന്ത്രരോട് പറയുന്നു, സുമന്ത്രരെ, മഹാമന്ത്രി, എന്റെ മുഖ്യ ഉപദേഷ്ടാവേ, എന്റെ മകനായ ശ്രീരാമചന്ദ്രനെ ഞാൻ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഇംഗിതം എന്താണ്? അപ്പോൾ തീർച്ചയായും സുമന്ത്രൻ എന്ത് പറഞ്ഞു? നല്ല കാര്യം, ഇതിനപ്പുറം വേറൊരു ചോയ്സ് ഇല്ല, വേറൊരു അഭിപ്രായമില്ല. ശ്രീരാമചന്ദ്രൻ തന്നെ അടുത്ത യുവരാജാവ്. കഴിഞ്ഞില്ല, വീണ്ടും അതൊരു മറ്റൊരു തലത്തിലേക്ക് കൂടി അത് അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. മഹാപ്രഭുക്കന്മാരും സമൂഹത്തിലെ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളും അടങ്ങുന്ന രാജസദസ്സിൽ ഇത് അവതരിപ്പിക്കുന്നു. ഈ രാജസദസ്സിലും അംഗീകരിച്ച ശേഷമാണ് ശ്രീരാമചന്ദ്രന്റെ സാമീപ്യം ഇവിടേക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഗുരു വസിഷ്ഠ അങ്ങ് തന്നെ ശ്രീരാമചന്ദ്രനെ കണ്ട് ഈ കാര്യം ഉണർത്തണം. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഇത് പറഞ്ഞിട്ടും പിതാവായ ദശരഥനല്ല ശ്രീരാമചന്ദ്രനെ വിളിച്ചിട്ട് മകനെ നീയാണ് അടുത്ത യുവരാജാവ് എന്ന് പറയുന്നത്. പിന്നെയോ വസിഷ്ഠരെ തന്റെ പ്രതിനിധിയായി ശ്രീരാമചന്ദ്രന്റെ അടുക്കിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നിട്ട് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ പറയുന്ന വാക്കുകൾ കൂടി ശ്രദ്ധിക്കുക. കുമാര, അയോധ്യ മഹാരാജാവ് ദശരഥൻ താങ്കളുടെ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ ഇംഗിതം മനസ്സിലാക്കി കൊട്ടാരത്തിലെത്തിയ ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജാവിനോട് പറയുന്നതിനും വളരെ പ്രത്യേകതയുണ്ട്. മഹാരാജാവേ, അയോധ്യാപതേ, അങ്ങയുടെ പുത്രൻ ദാശരഥി അങ്ങയെ മുഖം കാണിക്കാനായി വന്നു നിൽക്കുന്നു. അങ്ങയെ മുഖം കാണിക്കാനായി വന്നു നിൽക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന ഭാഷകൾ കൃത്യമായി ശ്രദ്ധിക്കുക. തീർച്ചയായും അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? എൻ്റെ തീരുമാനമല്ല. നമ്മളത് മനസ്സിലാക്കണം. ദശരഥന്റെ തീരുമാനമല്ല കൃത്യമായി ശ്രീരാമചന്ദ്രനിലേക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആരുടെ? നമ്മൾ കണ്ട ആ തലങ്ങൾ ആലോചിക്കുക. മഹാഗുരുവിന് ശേഷം സപ്തർഷികൾ, സപ്തർഷികൾക്ക് ശേഷം മുഖ്യ ഉപദേഷ്ടാവ്, അതിനുശേഷം രാജപ്രമുഖർ അടങ്ങുന്ന രാജസദസ്. രാജപ്രമുഖർ എന്ന് പറഞ്ഞ ഇവരെല്ലാം വരും. അപ്പോൾ രാജസദസ്സിന്റെ തീരുമാനമാണ് പിതാവ് ദശരഥൻ ദാശരഥിയോട് പറയുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? ശ്രീരാമചന്ദ്രൻ്റെ സന്തോഷം, എനിക്ക് ഏറെ സന്തോഷം, പിതാവിൻ്റെ വാക്കുകൾ ഞാൻ ശിരസ വഹിക്കുന്നു. അല്ലേ? ബാക്കി കഥ നമുക്കറിയാവുന്നതാണ്. അല്ലേ? ബാക്കി എന്താ കഥ? കൈകേയി തൻ്റെ ഇംഗിതം, തനിക്ക് നൽകിയ വാക്ക് പാലിക്കുവാൻ ദശരഥനോട് ആവശ്യപ്പെടുന്നു. എൻ്റെ മകൻ ഭരതനെ രാജ്യത്തിൻ്റെ രാജാവാക്കണം. ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ചോദിക്കുകയാണ്, രാജസദസ്സിന്റെ തീരുമാനമാണോ നടപ്പാവുക, കൈകേയിയുടെ തീരുമാനം നിർദ്ദേശമാണോ നടപ്പാവുക? ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് കൃത്യമായി നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്ന റൂൾ ഓഫ് ലോയുടെ കൃത്യമായ പിന്മുറ എന്ന് പറയുന്നത് രാമായണത്തിൽ നിന്നാണ് എന്ന് സൂചിപ്പിക്കുവാൻ, അടിവരയിട്ട് പറയുവാനാണ് ഞാൻ പറയുന്നത്. രാജസദസ്സിന്റെ തീരുമാനം ഭരതനെ രാജാവാക്കാൻ ഉള്ളതല്ല. കൈകേയി അവിടെ പറഞ്ഞിരിക്കുന്നത് രാജവിരോധത്തിന് കാരണമാവുന്നതാണ്, രാജ്യദ്രോഹത്തിന് കാരണമാവുന്നതാണ്. ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വല്ലാത്ത ആശയക്കുഴപ്പത്തിലെത്തുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല. രാജസദസ്സിനു നൽകിയ, രാജപ്രമുഖർക്ക് നൽകിയ വാക്ക്, അവരെടുത്ത തീരുമാനം നടപ്പിലാക്കുവാനും കഴിയുന്നില്ല. ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ നമുക്കറിയാം, ദശരഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൈകേയിയുടെ വാക്കു കേട്ടിട്ട് ഹൃദയം പൊട്ടി മരിക്കുകയാണ് ആ താതൻ. അല്ലേ? ഇവിടങ്ങളിലൊക്കെ നമ്മളിലേക്ക്, സാധാരണ മനുഷ്യരായ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന, സഞ്ചയിക്കപ്പെടുന്ന വലിയ ഒരു ആശയത്തിൻ്റെ ഗരിമയുണ്ട് എന്ന് നമ്മൾ കാണണം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായി കൈകേയിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലും വല്ലാത്ത അവസ്ഥയിലെത്തുന്ന ദശരഥനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാ സമാനമായ മരണമുണ്ടാകുന്നു. അല്ലേ? ആ മരണം നമുക്കറിയാം. അപ്പോഴാണ് ഭരതൻ അറിയുന്നത് ഇപ്രകാരം ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു തൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്ന്. ആകെ കോപാക്രാന്തനായി അദ്ദേഹം വനത്തിലേക്ക് പോവുകയാണ്. അല്ലേ? ആരെ കാണാൻ? ശ്രീരാമചന്ദ്രനെ കാണാൻ. ശ്രീരാമചന്ദ്രനെ കാണും. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, ലക്ഷ്മണൻ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയതായ ഹൃദയവേദന കൊണ്ട് കോപാക്രാന്തനായി രാജ്യമാകെ, കൊട്ടാരമാകെ നശിപ്പിക്കുവാനായി അദ്ദേഹം തുനിയുന്നുണ്ട്. അല്ലേ? അവിടെ ശ്രീരാമചന്ദ്രൻ നൽകുന്ന ലക്ഷ്മണോപദേശം ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമ്മൾ രാമായണത്തിൽ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മളിലെയൊക്കെ വ്യക്തിത്വത്തെ, ഒരു മനുഷ്യനിലെ സാധാരണ വ്യക്തിത്വത്തെ എല്ലാ തരത്തിലും സ്ഫുടം ചെയ്യുന്ന ലക്ഷ്മണോപദേശം പിറക്കുന്നതും കൈകേയിയുടെ ഇടപെടലോടുകൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് നമ്മളൊക്കെ സാധാരണ പാടി നടക്കുന്ന, കേൾക്കിട്ടുള്ള ഒരു ശ്ലോകം അവിടെ കടന്നു വരുന്നത്. അല്ലേ? ചക്ഷുശ്രവണകളസ്തമാം ദുർധരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലവേ കാലാഹിന പരിഗ്രസ്തമാം ജീവിതം. കാലാഹിന പരിഗ്രസ്തമാം ജീവിതം ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ലക്ഷ്മണ, നമ്മുടെ ജീവിതമൊക്കെ വളരെ തുച്ഛമാണ്. അല്ലേ? നമ്മളൊക്കെ ഇനിയും പരമാവധി ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത്, അല്ലേ, കുറേ വർഷങ്ങൾ,
കാലഗണന അനുസരിച്ച്, കണക്കനുസരിച്ച് അവിടെ പറയുന്നത് അല്ലേ, ഓരോ വർഷങ്ങളെ ദിവസങ്ങളായിട്ടൊക്കെ കണക്കാക്കിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 50 വർഷം കൂടി ജീവിച്ചിരിക്കാം, 20 വർഷം കൂടി ജീവിച്ചിരിക്കാം.